ബ്ലൗസിന്റെ സെന്റർ ടെക്ക് മാർക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ പല ടൈപ്പിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതൊരു ബ്ലൗസിന്റെ ഫ്രണ്ട് പോർഷനിൽ ടക്കൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ ബ്രസ്റ്റ് പോയിന്റും ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലമൊക്കെ എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ചില വീഡിയോയിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ദേ ഇങ്ങനെ നമ്മുടെ ഷോൾഡറിന്റെ ആ ഒരു പോർഷനിൽ ഇങ്ങനെ തുല്യമായിട്ട് മടക്കിയിട്ട് നമ്മൾ അവിടെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ ഇതിങ്ങനെ തിരിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു ലൈൻ കിട്ടുമല്ലോ. അപ്പോൾ ആ ലൈൻ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ടക്കിടണമെന്നും പറഞ്ഞിട്ട് അതെങ്ങനെ ശരിയാകും? അത് ഷോൾഡറിന്റെ നടുക്കല്ലേ ആ ടക്ക് വരുവുള്ളൂ. അപ്പൊ നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ് അവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുവോ? നമ്മുടെ ഷോൾഡർ എവിടെ കിടക്കണു, നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ് എവിടെ കിടക്കണു? അപ്പൊ നിങ്ങളൊന്ന് ഈ ടേപ്പ്, ഞാനിപ്പോ ഒരു ടേപ്പ് വെച്ചൊന്ന് അളന്ന് കാണിക്കാം. ദേ ഇപ്പൊ ഞാൻ മടക്കിയെടുത്ത് മാർക്ക് ചെയ്ത് അവിടുന്ന് നമ്മുടെ ഹുക്കിന്റെ അവിടം വരെയുള്ള നീളം 5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ അളവ്, അതായത് രണ്ട് ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലം 10 വരുമ്പോഴാണ് നമ്മൾ ഒരു വശം 5 എടുക്കുന്നത്. ഇപ്പൊ ഞാൻ ആദ്യമേ വരച്ചതിന്റെ അളവ് ഞാൻ കാണിക്കുകയാണ് 3.25. അത് കറക്റ്റ് ആണ്. അതായത് ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു അളവ് കസ്റ്റമറുടെ ബ്രസ്റ്റുകൾ തമ്മിൽ, അതായത് രണ്ട് ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലമാണ്. അത് 7.5 വന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇത് 3.25 എടുത്തിട്ട് ഒരു വശത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് കറക്റ്റ്. അല്ലാതെ നമ്മൾ ഈ ഷോൾഡർ പകുതിക്ക് വെച്ച് മടക്കിയിട്ട് അവിടെ ടക്ക് മാർക്ക് ചെയ്ത് നമ്മൾ ടക്കിട്ട് തയ്ച്ചു കഴിയുമ്പോൾ അത് എങ്ങനെ ശരിയാകും? നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ബ്രസ്റ്റ് പോയിന്റും നമ്മുടെ ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലവും ഒക്കെ വരുന്ന സ്ഥലത്താണ് നമ്മുടെ മെയിൻ ടക്ക് ആയിട്ടുള്ള സെന്റർ ടക്ക് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയായിരുന്നു ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.